ഈ പരിപാടി കേവല വിനോദത്തിനായി മാത്രം നിർമ്മിക്കപ്പെട്ടതാണ്. ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ, അവരുടെ പേരുകൾ, സ്ഥലങ്ങൾ, സംഭവങ്ങൾ മുതലായവയെല്ലാം സാങ്കല്പികം മാത്രം. ആയതിനാൽ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയ യാതൊന്നുമായി ഇവയ്ക്ക് യാതൊരു വിധ ബന്ധവുമില്ല. ഏതെങ്കിലും തരത്തിലുള്ള സാമ്യം തോന്നുന്നുണ്ടെങ്കിൽ അത് തികച്ചും യാദൃശ്ചികം മാത്രം. എന്താ മോളെ, എന്നെയാണോ പേടിക്കേണ്ടത്? ഏയ് അച്ഛനെയോ? ഒന്ന് പോയേ അച്ഛാ. നാളെ ചിത്ര പൗർണമിയല്ലേ, അതും മഹാചിത്ര പൗർണമി. അതുകൊണ്ട് നാഗലോകത്തിൽ നിന്നും മത്സ്യലോകത്തിൽ നിന്നും ശത്രുക്കൾ വരാൻ സാധ്യതയുണ്ടെന്നാ പറഞ്ഞത്. പ്രീതി ഇത്രയും പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അവിടെ നിന്നും നേരെ റൂമിലേക്ക് പോയി. അന്നത്തെ ആ ദിവസം അസ്തമിച്ചു. അങ്ങനെ ഇന്നാണ് ചിത്ര പൗർണമി, മഹാചിത്ര പൗർണമി. ഇന്ന് ത്രിസന്ധ്യാ സമയത്ത് നീലഗിരി പർവ്വതത്തിന്റെ മുകളിലാണ് മഹായാഗം നടത്തേണ്ടത്. ജീവനും കൂട്ടരും പ്ലാനുകൾ ഓരോന്നായി നടപ്പാക്കാനുള്ള പരിപാടിയിലാണ്. എങ്ങനെയായാലും ഇന്ന് രാത്രി കഴിയുമ്പോൾ പിന്നെ നാഗമാണിക്യവും ഇന്ദ്രനീലവും നമുക്ക് കിട്ടും പാഞ്ചാലി. ഇന്ന് മഹാചിത്ര പൗർണമി ആയതിനാൽ ചന്ദ്രൻ സൂര്യനെ മറയുന്ന സമയം ഇന്ദ്രനീലവും നാഗമാണിക്യവും സ്വയം പ്രകാശിക്കും. അങ്ങനെ ഇന്ദ്രനീലവും നാഗമാണിക്യവും പ്രകാശിക്കുന്ന ആ സമയം അതിനെ അന്വേഷിച്ചു കൊണ്ടുവന്ന് മഹായാഗം നടത്താനാണ് പ്രീതിയും പ്രാർത്ഥനയും ഇപ്പോൾ കരുതി വച്ചിരിക്കുന്നത്. പൂജ ആരംഭിച്ചു. ഹോമകുണ്ടത്തിന് മുന്നിൽ പ്രാർത്ഥന പൂജയിലാണ്. തൻ്റെ ഉള്ളിൽ നാഗമാണിക്യമുണ്ടെന്ന് പ്രാർത്ഥനയ്ക്ക് പോലും അറിയില്ല. പ്രീതി പ്രകാശം ദൃശ്യമാകുന്ന സമയത്ത് ഇന്ദ്രനീലവും നാഗമാണിക്യവും കണ്ടുപിടിക്കാനുള്ള പുറപ്പാടിലുമാണ്. സൂര്യൻ അസ്തമിച്ചു. പൂജ നടക്കവേ സൂര്യനെ ചന്ദ്രൻ മറഞ്ഞു. പെട്ടെന്ന് അന്തരീക്ഷത്തിൽ ഒരു ചുവപ്പ് കലർന്ന പ്രകാശം പടർന്നു. എല്ലാവരുടെയും കണ്ണുകൾ മഞ്ഞളിച്ചു. അന്നേരം പ്രാർത്ഥനയുടെ വയറിനുള്ളിൽ നിന്നും നാഗമാണിക്യം പുറത്തേക്ക് വന്നു. അത് കണ്ടതും രഘുവും ജീവനും ഞെട്ടി. തൻ്റെ ഉള്ളിൽ നിന്നും നാഗമാണിക്യം പുറത്തു വന്നത് കണ്ട് പ്രാർത്ഥനയും ഞെട്ടിത്തരിച്ചു. മഹാദേവ, എൻ്റെ ഉള്ളിൽ നിന്നും എങ്ങനെ നാഗമാണിക്യം വന്നു? നാഗലോകം കത്തി നശിച്ചപ്പോൾ ആ സമയത്താണ് ഞാൻ നാഗമാണിക്യം അവസാനമായി കണ്ടത്, അതും അച്ഛൻ്റെ കൈകളിൽ. പക്ഷേ ഇതെങ്ങനെ എൻ്റെ വയറിനുള്ളിൽ വന്നു? പ്രാർത്ഥന ഇത്രയും സ്വയം പറഞ്ഞ് ഞെട്ടലോടെ നിന്ന സമയത്ത് ജീവൻ നാഗമാണിക്യം കണ്ട് പറഞ്ഞു, മോളെ, ഇനി അതൊന്നും ആലോചിക്കണ്ട. ആ നാഗമാണിക്യം ഇങ്ങത്താ. മഹായാഗം വേഗം തുടങ്ങണം. ഇല്ലെങ്കിൽ പ്രതയുടെയും ഋഷിയുടെയും ആത്മാവിന് ശാന്തി കിട്ടില്ല. പ്രാർത്ഥന നാഗമാണിക്യം ജീവന്റെ കയ്യിലേക്ക് കൊടുത്തു. അന്നേരം ആ മാണിക്യം തിളങ്ങി. ജീവൻ പെട്ടെന്ന് പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അല്ല, ഇനി എവിടെയാണ് ഇന്ദ്രനീലം? പ്രീതി അത് തിരക്കി പോയിട്ട് എവിടെ? അന്നേരം ദൂരെ നിന്നും ആ ശബ്ദം കേട്ടു. കിട്ടി ജീവനച്ചാ. പ്രീതി ദൂരെ നിന്നും ഓടി ജീവന്റെ അരികിലേക്ക് വന്നു. ജീവനച്ചാ, കിട്ടി ഇന്ദ്രനീലം, ഇതാ. ഓടി വന്ന് പ്രീതി ജീവന്റെ കയ്യിൽ ആ ഇന്ദ്രനീലം കൊടുത്തു. ജീവന്റെ കയ്യിൽ ഇന്ദ്രനീലവും നാഗമാണിക്യവും കിട്ടിയതും ജീവൻ അത് രണ്ടും വെച്ച് മഹായാഗം നടത്താനായി തുടങ്ങി. പെട്ടെന്ന് അന്തരീക്ഷത്തിലേക്ക് പ്രതയുടെ ആത്മാവ് വന്നു. പ്രതയുടെ ആത്മാവിനെ കണ്ട ജീവൻ മനസ്സിൽ പറഞ്ഞു, ഇനി നിന്നെ ഞാൻ തളയ്ക്കുമടി. ജീവൻ പ്രതയുടെ ആത്മാവിനെ തൻ്റെ കയ്യിലുള്ള ഇന്ദ്രനീലവും നാഗമാണിക്യവും ഉപയോഗിച്ച് തളച്ചു. പെട്ടെന്ന് പ്രതയുടെ ആത്മാവ് അന്തരീക്ഷത്തിൽ അലിഞ്ഞു ചേർന്നു. അപ്പോൾ പ്രാർത്ഥന പറഞ്ഞു, ജീവനച്ച, അമ്മയുടെ ആത്മാവിന് ശാന്തി കിട്ടിക്കാണും. ഇനി ആ നാഗമാണിക്യവും ഇന്ദ്രനീലവും എൻ്റെ കയ്യിൽ താ. ഞാനത് മത്സ്യലോകത്തും നാഗലോകത്തും തിരികെ വെച്ച് വർഷങ്ങൾക്ക് മുൻപ് നശിച്ചു പോയ ആ ലോകങ്ങളുടെ ജീവൻ വീണ്ടും തിരികെ കൊണ്ടുവരാം. ഈ ഇന്ദ്രനീലവും നാഗമാണിക്യവും കൈക്കലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയ്ക്കും കഷ്ടപ്പെട്ടത്. ജീവനച്ച, അപ്പോ ജീവനച്ചൻ നമ്മളെ ചതിക്കുമായിരുന്നു. നിന്റെയൊക്കെ തന്തയും തള്ളയുമായ ഋഷിയെയും പ്രതയെയും കൊന്ന് തള്ളിയത് തന്നെ ഈ ഞാനാണ്. നിന്നെയും നിന്റെ ഭാര്യ പ്രീതിയെയും രണ്ടാക്കിയത് ഈ ഞാനാണ്. ഈ മഹാവില്ലന് വേണ്ടി ഇതാ ഒരു മഹാ സർപ്രൈസ്. ഇനി കാണാം ഇവളുടെ യുദ്ധം. ഇവൾ ആര്?
പ്രതാപ് അവൾ വരുന്നു. മത്സ്യനാഥന് ഇനി 7 എപ്പിസോഡുകൾ മാത്രം.